أعوذ بالله من الشيطان الرجيم. قال ذلك ما كنا نبغ فارتدا على آثارهما قصصا فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. قال ستجدني إن شاء الله صابرا ولا أعصي لك أمرا. قال فإن اتبعتني فلا تسألني عن شيء حتى أحدث لك منه ذكرا. സൂറത്തുൽ കഹ്ഫ് 64 മുതൽ 70 വരെയുള്ള ആയത്തുകളാണ്. മൂസ പറഞ്ഞു, അതുതന്നെയാണ് നാം അന്വേഷിച്ച് നടന്നിരുന്ന സ്ഥലം. അവരിരുവരും അവരുടെ കാൽപാദങ്ങളിലൂടെ തന്നെ തിരിച്ചു നടന്നു. അവിടെ അവർ നമ്മുടെ അടിമകളിൽപ്പെട്ട ഒരാളെ കണ്ടെത്തി. നമ്മുടെ പ്രത്യേകമായ അനുഗ്രഹം നാം അദ്ദേഹത്തിന് നൽകിയിരുന്നു. നമ്മിൽ നിന്നുള്ള ജ്ഞാനവും പ്രദാനം ചെയ്തിരുന്നു. മൂസ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അങ്ങയെ പിന്തുടരട്ടെ? താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൽ നിന്നും എനിക്ക് സന്മാർഗം ഉൾക്കൊള്ളുവാൻ വേണ്ടി. അദ്ദേഹം മൂസയോട് പറയുകയാണ്, നിനക്ക് എന്നോടൊപ്പം ക്ഷമിച്ചു കഴിയാനാവില്ല. നിങ്ങളുടെ അറിവിന് ഉൾക്കൊള്ളാവാത്ത കാര്യങ്ങളിൽ നിങ്ങൾക്കിങ്ങനെ ക്ഷമിക്കാൻ കഴിയും? അപ്പോൾ മൂസ പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ താങ്കൾക്ക് എന്നെ ക്ഷമാശീലനായി കാണാം. ഒരു കാര്യത്തിലും താങ്കളുടെ കൽപ്പനയെ ഞാൻ ധിക്കരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം മൂസയോട് പറയുകയാണ്, ശരി, എന്നെ അനുഗമിക്കുകയാണെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചും എന്നോട് ചോദിച്ചു പോകരുത്. ആ കാര്യങ്ങൾ ഞാൻ നിനക്ക് വിശദീകരിച്ച് തരുന്നത് വരേക്കും. ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ അവരുടെ കയ്യിലുണ്ടായിരുന്ന മത്സ്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പറയുണ്ടായല്ലോ. അപ്പോൾ ആ മത്സ്യം കടലിലേക്ക് ചാടിയ സ്ഥലത്തായിരുന്നു മൂസ അന്വേഷിച്ച് നടന്ന ഗുരു വസിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു നടക്കുവാൻ അള്ളാഹു മൂസാക്ക് നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെ ആ പറയപ്പെട്ട സ്ഥലത്ത് വെച്ച് മൂസ തൻ്റെ ഗുരുവിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ പേര് ഖുർആനിൽ പറയുന്നില്ല. ചില ഹദീസുകളിൽ ഖദർ എന്നൊക്കെയാണ് പറയുന്നത്. ഖദർ ഒരു വലിയ ആയിരുന്നു, അതല്ല അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു, മലക്കായിരുന്നു എന്നൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ പ്രവാചകനായിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്ന് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കും അഭിപ്രായമുണ്ട്. കാരണം ഒരു പ്രവാചകന് ഗുരുവായിട്ട് പ്രവാചകൻ തന്നെയാണ് ഉണ്ടാവുക എന്നാണ് അതിനവർ കാരണമായി പറയുന്നത്. ഖദർ അദ്ദേഹത്തിൻ്റെ സമുദായത്തിലെ പ്രവാചകനായിരുന്നുവെന്ന് ഇബ്നുൽ ജൗസിയും അബുൽ ഹസൻ അർ-റുമാനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മൂസ ഖദറുമായിട്ട് കണ്ടു, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഗുരു ഒരു നിബന്ധന പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നീ ഒരിക്കലും അതേക്കുറിച്ച് ചോദിച്ചു പോകരുത്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ നിനക്ക് പിന്നീട് പറഞ്ഞു തരും. അപ്പോൾ അതുവരെയൊക്കെ നീ ക്ഷമിച്ചേ മതിയാവൂ. അറിവില്ലാത്ത ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്കത് ക്ഷമിക്കാൻ കഴിയില്ല. ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവർ, അല്ലെങ്കിൽ പണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ട്, ആ സ്ഥാനത്ത് പുതിയ വിവരങ്ങൾ അറിവുകളൊക്കെ ലഭിക്കുമ്പോൾ അത് അംഗീകരിക്കാൻ അവർ തയ്യാറാവില്ല. അതിനുള്ള ക്ഷമ അവരിലുണ്ടാവില്ല.
അപ്പോൾ അതുകൊണ്ടാണ് ഖദർ മൂസയോട് ചോദിക്കുന്നത് കൈഫ തസ്ബിറു അലാ മാ ലം തുഹിത്ത് ബിഹി ഖുബറ, നിനക്കറിവില്ലാത്ത കാര്യങ്ങൾ, നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിനക്ക് എങ്ങനെ ക്ഷമിക്കാൻ കഴിയും എന്ന്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.